എല്ലാവർക്കും ഡ്രാമ റിവ്യൂ ചാനലിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ കുറച്ച് ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഉണ്ട്, അതെല്ലാവരും ക്ഷമിക്കുക. മോള് വീട്ടിലുള്ളതുകൊണ്ട് അവൾ ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ സൗണ്ടാണ് ഈ ബാക്കിൽ കാണിക്കുന്നത്. അപ്പോൾ ടി വി ഓഫ് ആവുന്നത് നോക്കിയിരുന്ന് ഇങ്ങനെ കൃത്യസമയത്ത് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ വോയിസ് എടുക്കുന്നത്. എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. ഇതൊരു ഓൺഗോയിങ് ഡ്രാമയാണ്, ചൈനീസ് മോഡേൺ ഡ്രാമയാണ്. നമ്മളെ ശരീരത്തിൽ പോയിസൺ അറ്റാക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് വല്ലാത്തൊരു ഡിഫിക്കൽറ്റി ഉണ്ടാവും, ബ്രീത്തിങ്ങിനായാലും. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ ആകെ അസ്വസ്ഥതയുണ്ടാവും. ഈ ബാഡായിട്ടുള്ള പോയിസൺ എയറോ ഗ്യാസോ ഒക്കെ നമ്മൾ ശ്വസിക്കുകയാണെങ്കിൽ നമ്മൾ ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ പോവുക, അല്ലെങ്കിൽ നന്നായിട്ടുള്ള ഒരു ഓക്സിജൻ ശ്വസിക്കുകയൊക്കെ ചെയ്യേണ്ടി വരും. അത് നമ്മുടെ ശരീരത്തിനുള്ളിൽ മൊത്തം സ്പ്രെഡായി കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ കണ്ടീഷനും നമ്മളെ ബോഡിയൊക്കെ വളരെ വീക്കാവും. അതുപോലെ നമ്മളെ ഓർഗൻസൊക്കെ ഡാമേജ് ആവും. എത്രയും പെട്ടെന്ന് നമ്മൾ ചെയ്യേണ്ട കാര്യം പോയിസൺ ഉള്ളിലോട്ട് സ്പ്രെഡാവുന്നത് തടയുക എന്നാണ്. എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുക, എന്നിട്ട് വേണ്ട ഫസ്റ്റ് എയ്ഡ് ട്രീറ്റ്മെൻറ്റൊക്കെ നമ്മൾ ചെയ്ത് നമ്മളെ ആരോഗ്യം നമ്മൾ സംരക്ഷിക്കുക. കഴിവതും ഇതുപോലെ ബാഡായിട്ടുള്ള ഓക്സിജനുള്ള ഫാക്ടറി അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊന്നും എത്തിപ്പെടാതെ നോക്കുക. അങ്ങനെ എത്തിപ്പോവുകയാണെങ്കിൽ തന്നെ അവിടെ ചെയ്യേണ്ട മെഷർമെൻറ്റും കാര്യങ്ങളും ഒക്കെ നോക്കുക. പ്രൊട്ടക്ഷൻ മാസ്കും ഒക്കെ ധരിച്ചിട്ട് വേണം അങ്ങനെയുള്ള ഫാക്ടറീസിലായാലും ഉള്ളിൽ പോകാൻ. അഥവാ നമ്മൾ പോയിസൺ നമ്മളെ ഉള്ളിലെത്തി അപ്പോൾ തന്നെ ആംബുലൻസിനെ വിളിച്ചിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ എത്താൻ ശ്രമിക്കുക. അതുവരെയും നമ്മൾ കാമായിട്ടിരിക്കാൻ ശ്രമിക്കുക. നമ്മളെ ബോഡിയിൽ ഓക്സിജൻ സ്പ്രെഡ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് മാസ്ക് ധരിക്കാൻ നോക്കുക. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. നമുക്ക് എന്തെങ്കിലും ഒരു സൈഡ് എഫക്റ്റ് ഉണ്ട്, അപ്പം നമ്മളത് ഇഗ്നോർ ചെയ്യാതെ അതിനെ കൂടുതൽ ശ്രദ്ധയോടുകൂടി നോക്കി കാണണം. എന്നിട്ട് അതിന് വേണ്ട ചികിത്സകൾ തേടുക. അതുപോലെ ഇഗ്നോർ ചെയ്ത് നമ്മൾ കണ്ടിന്യൂ ചെയ്ത് പോകുമ്പോഴാണ് നമ്മുടെ ശരീരത്തിലോട്ട് പോയിസൺ സ്പ്രെഡ് ആവുകയും നമുക്ക് ബ്രീതിങ് ഡിഫിക്കൽറ്റിയും ഒക്കെ ഉണ്ടാവുകയും ഒക്കെ ചെയ്യുന്നത്. അത് നമ്മുടെ ഓർഗൻസിന് നല്ല രീതിയിൽ ഡാമേജ് ആക്കും. അപ്പോൾ നമ്മൾ ഹെൽത്ത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. താങ്ക്